അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ഖൽബിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണം. അൽഹംദുലില്ലയോളം വരുന്ന വേറൊരു പ്രാർത്ഥനയില്ല. മഹാന്മാര് പറയുന്നുണ്ട്, അൽഹംദുലില്ലാ പ്രയാസപ്പെട്ട് കിടക്കാണ്, രണ്ട് കാലും മുറിഞ്ഞു പോയിട്ടുണ്ട്, രണ്ട് കൈകൾക്കും ശേഷി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വീട്ടിലിങ്ങനെ രോഗമായിട്ട് കിടക്കുമ്പോ ആളുകൾ സന്ദർശിക്കാൻ വന്നപ്പോ ആളുകളോടൊക്കെ പറയാണ്, എന്താണ് പറ്റിയത്? അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല, 77 വയസ്സായല്ലോ, അൽഹംദുലില്ലാ രണ്ട് നല്ല കണ്ണിന് കാഴ്ചയുണ്ട്, നാവിന് കുഴപ്പമില്ല, എന്റെ ശരീരത്തിന് യാതൊരു കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട്, ഞാൻ ഖുർആൻ ഓതലുണ്ട്, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാലിനൊരു ചെറിയ പ്രശ്നമുണ്ട്, അൽഹംദുലില്ലാ. മലക്കുകളോട് അല്ലാഹു തആല ചോദിക്കും, എന്റെ അടിമയെ സന്ദർശിക്കാമെന്നവരോട് അടിമ എന്ത് പറയുന്നു? മലക്കുകൾ പറയും, പടച്ചോനെ നിന്നെക്കുറിച്ച് നിന്റെ അടിമ വലിയ പ്രതീക്ഷയിലാണ്, അൽഹംദുലില്ലാ. ഉടനെ തന്നെ അല്ലാഹു തആല പറയും, ആ മനുഷ്യന് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് പണിയണം, ആ വീടിന്റെ പേര് ബൈത്തുൽ ഹംദ് എന്നാണ്. ബൈത്തുൽ ഹംദ്, അല്ലാഹുവിനെ ഹംദ് ചെയ്യും. അതുകൊണ്ടാ നിസ്കാരത്തിന്റെ ശേഷം ഒരു 33 വട്ടം അൽഹംദുലില്ലാ. അതൊരു മാമൂലല്ല, വെറുതെ അങ്ങനെ ഇമാമുമാർക്ക് പണി ഉണ്ടാവാനല്ല. ആത്മാർത്ഥമായിട്ട് മുഅ്മിനീകളെ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 33 അൽഹംദുലില്ലാ ശരിക്ക് പറയാൻ 30 സെക്കൻഡ് വേണ്ട. എന്തൊരു അർത്ഥമുള്ള 5 വക്തിലും പറഞ്ഞാൽ 150 ഹംദ് പറഞ്ഞ മനുഷ്യനായി നിങ്ങൾ വലിയ സ്ഥാനത്തെ അറിയാതെ ഉയർത്തപ്പെടുന്നു. അതൊരു ഗൗരവത്തിലെടുത്തു പറഞ്ഞോളൂ. ഒരത്ഭുതം കാണുമ്പോ മാഷാ അല്ലാഹ്, ഒരു പ്രയാസം വരുമ്പോ ഇന്നാ ലില്ലാഹ്, ഒരു തീരുമാനം പറയുമ്പോ ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ നാവിലൂടെ വരുന്നത് അകത്തുള്ള ഖൽബിന്റെ ബന്ധത്തിന്റെ അടയാളമാണ്. അല്ലാഹുവിലേക്ക് നമ്മൾ ഇങ്ങനെ ഓരോ വയസ്സ് കഴിയുമ്പോഴും അടുപ്പം കൂടുകയല്ലാതെ അടുപ്പം കുറഞ്ഞുകൂടാ.